ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെള്ളപ്പോളൻ്റെ റെസിപ്പിയാണ്. വെള്ളപ്പോളൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന ആ ഒരു കറിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. കറി എന്ന് പറഞ്ഞാൽ എരിവുള്ള കറിയല്ല, ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മിക്സാണ്. വെള്ളപ്പോള പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളപ്പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്തി വെക്കാനുണ്ട്. ഞാനിതാ അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശൻ്റെ ഉള്ള അരി. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരിക്ക് കണക്കായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് ഇനി ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാട്ടോ എടുത്തത്. മുഴുവനായാലും കുഴപ്പമൊന്നുമില്ല, അത് ചേർക്കാം. അപ്പം ഞാൻ ഇതാ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. കഴുകി എടുത്ത ശേഷം നമുക്ക് പുതർത്തി വെക്കാം. ഇതിങ്ങനെ പുതർത്തുന്നതിന് മുമ്പേ കഴുകണമെന്ന് നിർബന്ധമില്ല, പക്ഷേങ്കിൽ കഴുകുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതാ നല്ലോണം കഴുകി എടുത്ത് വന്നിട്ടിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ പുതർത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ 3 മണിക്കൂർ പുതർത്തി വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ടെടുക്കാം. നല്ലോണം ഇതാ കഴുകി എടുത്ത് വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തത്, അതുകൊണ്ട് മിക്സിയിലേക്ക് ഡയറക്റ്റ് ചേർത്തിന്. അപ്പോൾ ഇതാ ഈസ്റ്റ് കൂടി പോകരുത്, 1/4 ടീസ്പൂണ് മതി. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് നമ്മൾ ഉച്ചക്കത്തെ സാധാ ചോറ്. ഇതിപ്പോൾ ഞാൻ ചോറാക്കിയ പാടാ, അതുകൊണ്ട് ചെറിയ ചൂടുണ്ട് ചോറ്. പിന്നെ നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ഇപ്പം ചേർക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങ വെള്ളം ചേർക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1/2 കപ്പ് തേങ്ങ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് തേങ്ങ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ പച്ചവെള്ളം വെച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് അരച്ചെടുത്ത് വന്നിന്. ഇനി നമുക്ക് മിക്സിയിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളത്തോളം മിക്സിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ ഒരു കട്ടി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത ശേഷം അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ലെവലിൽ അരച്ചിട്ടെടുക്കാം. അതായത് നമ്മൾ ദോശൻ്റെ അത്ര ലൂസ് ആവാൻ പാടില്ല, എന്നാലും നല്ല ടൈറ്റ് ആയി പോകാനും പാടില്ല. ഈ ഒരു രീതിയിൽ അരച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് പുളിച്ച് പൊങ്ങി വരണം. ഇത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഇത് 4 മണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നിന്. അപ്പോൾ നിങ്ങൾ ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 5-6 മണിക്കൂറോളം എടുക്കും തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ. അപ്പം ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ പോള ഉണ്ടാക്കണം. കാരണം പൊങ്ങി വന്നിട്ട് ഇത് പുറത്തേക്ക് മറിഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ പോള ചുട്ട് കഴിഞ്ഞാൽ അതൊട്ടും റെഡി ആവില്ല. അതേപോലെ പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പൊങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് താണു വരും. ആ താണു വന്ന ആ മാവ് കൊണ്ട് ചുട്ട് കഴിഞ്ഞാൽ അതും പോള റെഡിയായി വരില്ല. അപ്പോൾ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാണ്ട് അപ്പം തന്നെ പോള ആക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് പോള ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് പല ടൈപ്പിലാക്കാം. വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം, ചെറിയ ചെറിയ പോളയായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലാട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റീലിൻ്റെ സാധാ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിലാണ് ചെയ്യുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തിട്ടെടുക്കുന്നത്. അതല്ലെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ ചെറിയ സ്റ്റീലിൻ്റെ പാത്രത്തിൽ അങ്ങനെയായാലും ചെയ്യാം. ഞാനിപ്പം വലുപ്പത്തിൽ ഇങ്ങനെയാട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഓയിൽ എന്തായാലും തടവി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ പോള ആക്കി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വിട്ട് വരില്ല പ്ലേറ്റിൽ നിന്ന്. ഇനി ഇതാ നമുക്ക് നമ്മൾ അരച്ച് വെച്ച് ആ അരി ഇതിലേക്ക് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് ഒഴിക്കരുത്. ഇളക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ
അത് ആ പൊങ്ങി വന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് മൊത്തം അവിടെ പോയി പോവും. അപ്പോൾ മേലേന്ന് ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ആവിച്ചെമ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആവിച്ചെമ്പിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ തട്ട് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് അവിടുന്ന് വെന്ത് വരട്ടെ. ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പഴം എടുത്തിട്ടുണ്ട്. ഒരു 3 പഴം എടുത്തിന്. ഞാൻ ഒരു ഫിലിപ്പീൻ്റെ ബനാന കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഫ്ലേവർ ഉള്ള ഒരു ബനാന, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളുടെ മൈസൂർ പഴം ഉണ്ടെങ്കിൽ മൈസൂർ പഴം എടുക്കാം. ഒരു ഫ്ലേവർ വരുന്ന ടൈപ്പ് അങ്ങനത്തെ പഴം എടുക്കാം. അല്ലെങ്കിൽ റോബസ്റ്റ് എടുക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ചെറിയ പഴം ഇല്ലേ, അടക്കപ്പഴം, അതെടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. വല്ലാണ്ട് അങ്ങ് പീച്ച് പോലാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളപ്പോള നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോള ശരിയായി കിട്ടൂല. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റ് എടുക്കാൻ വേണ്ടി നോക്കാം. അതുപോലെ ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അത് ഓവറായിട്ട് അങ്ങ് ടൈറ്റ് ആവാൻ പറ്റൂല. അതേപോലെ നന്നായി ലൂസായി പോകാനും പറ്റൂല. ഓവറായിട്ട് ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ വെള്ളപ്പോൾ ആക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായി പോകും. അപ്പം ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചെയ്യാം. നന്നായി ലൂസായി പോകാനും പാടില്ല, നല്ല ടൈറ്റ് ആയി പോകാനും പാടില്ല. അതുപോലെ മാവ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ പോള ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പം ഇതാ ഈ ഒരു സമയത്തിലേക്ക് നമ്മളെ പോള എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനത് എടുത്തു മാറ്റാം. ഇപ്പം എനിക്ക് കറക്റ്റ് 8 മിനിറ്റ് വന്നിട്ടുണ്ട്. അതായി കിട്ടാൻ അപ്പം നിങ്ങൾ ആയൊന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എടുത്തു മാറ്റാം. അപ്പം വെള്ളപ്പോള ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ വീഡിയോ പറഞ്ഞ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.